പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടി. ഓഗസ്റ്റ് 21 നമ്മൾ വിശുദ്ധ 10 പിയൂസ് പാപ്പായുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഈ പാപ്പായെ പരിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നാണ് പറയുക. കാരണം ഇദ്ദേഹമാണ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അനുവാദം 1910 സഭയിൽ നൽകിയത്. അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രമേ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കുട്ടികൾക്ക് കുർബാന സ്വീകരിക്കുന്നുള്ള പ്രായം അത് 12 വയസ്സായിരുന്നു. അത് ഏജ് ഓഫ് റീസൺ, അതായത് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന പ്രായം 7, 8, 9 ആ ഒരു പ്രായത്തിലേക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അനുവാദം നൽകിയ പാപ്പയാണ്. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ പാപ്പയായ ഈ പാപ്പയോട് നന്ദി പറയാം. നമുക്കെന്നും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അനുവാദം നൽകിയതിന്. നമുക്ക് ഈ ഒരു അനുഗ്രഹം നമ്മൾ വലിയ വിലയോടെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. സഭയിൽ ആളുകൾ ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾക്കെന്നും കുർബാന സ്വീകരിക്കണം. പക്ഷെ നമുക്ക് എന്നും കുർബാന സ്വീകരിക്കാൻ അവസരമുണ്ടായിട്ടും ഞായറാഴ്ച പോലും പള്ളിയിൽ വരാതെയും പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കാതെയും ഒക്കെ നടക്കുന്ന ഒരു കാലം. നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. നമുക്ക് ഈ ബലി ഭക്തിയോടെ അർപ്പിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ,
ദൈവമേ, കത്തോലിക്ക വിശ്വാസം സംരക്ഷിക്കുന്നതിനും ക്രിസ്തുവിൽ സർവവും പുനരുദ്ധരിക്കുന്നതിനും വേണ്ടി വിശുദ്ധ പിയൂസ് പാപ്പായെ സ്വർഗീയ ജ്ഞാനവും അപ്പസ്തോലിക സ്ഥൈര്യവും കൊണ്ട് അങ്ങ് നിറച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും മാതൃകയും പിഞ്ചെന്ന് നിത്യസമ്മാനം പ്രാപിക്കുവാൻ കാരുണ്യപൂർവ്വം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവിൻ്റെ ആത്മാവ് ജെഫ്തായുടെ മേൽ ആവസിച്ചു. അവൻ ഗിലെയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലെയാദിലെ മിസ്പായിലേക്ക് കടന്ന് അമ്മോന്യരുടെ ദേശത്തേക്ക് പോയി. ജെഫ്ത കർത്താവിന് ഒരു നേർച്ച നേർന്നു. അങ്ങ് അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അത് കർത്താവിൻ്റേതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് സമർപ്പിക്കും. ജെഫ്ത യുദ്ധം ചെയ്ത് അമ്മോന്യരുടെ അതിർത്തി കടന്നു. കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽക്കരീം വരെയും 20 പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി. വലിയ കൂട്ടക്കൊല നടന്നു. അമ്മോന്യർ ഇസ്രയേലിന് കീഴടങ്ങി. ജെഫ്ത മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു. അതാ അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു. അവൾ അവൻ്റെ ഏക സന്താനമായിരുന്നു. വേറെ മകനോ മകളോ അവനില്ലായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, അയ്യോ മകളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ കർത്താവിന് വാക്ക് കൊടുത്തുപോയി. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. അവൾ പറഞ്ഞു, പിതാവേ, അങ്ങ് കർത്താവിന് വാക്ക് കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക. കർത്താവ് ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം ചെയ്തല്ലോ. അവൾ തുടർന്നു, ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യകത്വത്തെ പ്രതി 2 മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം. പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ 2 മാസത്തേക്ക് അവളെ അയച്ചു. അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെപ്പറ്റി വിലപിച്ചു. 2 മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു. അവൻ നേർന്നിരുന്നതുപോലെ അവളോട് ചെയ്തു. ദൈവവചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. കർത്താവേ,
കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. ഇതാ ഞാൻ വരുന്നു. ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവെ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. കർത്താവെ, കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. ഇതാ ഞാൻ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അവിടുത്തെ സ്വരം ശ്രവിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങ് ഈ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹവിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുവാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമാക്കിയിരിക്കുന്നു. എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്നു പറയുവിൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറായിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവകലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ മത്തായി 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വിവാഹ വിരുന്നിൻ്റെ കഥ, വിരുന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ കുർബാനയുമായിട്ടൊക്കെ നന്നായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന വചനഭാഗമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ കർശനമായിട്ട്, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത വിധത്തിൽ വിരുന്നിൻ്റെ കാര്യം പറയുന്ന സംഭവം ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൻ്റെ അവസാനവും ഇതുപോലെ തന്നെയാണ്. നോ കോംപ്രമൈസ്. വിരുന്നിന് വന്നവരും അവർ യോഗ്യതയോടെ വരണം. അപ്പോൾ വിവാഹ വസ്ത്രം ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവർ പുറത്താക്കപ്പെട്ടത്. അവരെ വിളിച്ചു വരുത്തിയതാണ്, പക്ഷേ ഒരുക്കത്തോടുകൂടി വരണം. ഇന്ന് പരിശുദ്ധ പാപ്പ 10-ാം പീയൂസ് പാപ്പായുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ പാപ്പയാണ്. ഇദ്ദേഹം അങ്ങനൊരു പാപ്പായിട്ട് അറിയപ്പെടാൻ കാരണം 1900
1903 മുതൽ 1914 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലയളവ്. 1910 ക്വാം സിംഗുലാറി എന്ന ഒരു ഡിക്രി വഴി അദ്ദേഹം പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ സഭയിൽ നടത്തിയത്. അതിലൊന്നാമത്തെ തീരുമാനമാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള അനുവാദം. അതായത് മുതിർന്നവർക്ക് തുടർന്ന് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അനുവാദം സഭയിൽ നൽകിയത്. കുട്ടികൾക്ക് ആദ്യ കുർബാന സ്വീകരണം കൊടുക്കേണ്ട പ്രായം അത് അവർക്ക് ഇത് ഏജ് ഓഫ് റീസൺ, പക്വത പ്രാപിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഉള്ള പ്രായം അത് 12 വയസ്സായിരുന്നു. അത് കുറച്ചുകൂടി താഴേക്ക് മാറ്റി അങ്ങനെ പ്രഖ്യാപിച്ചത് ഈ പാപ്പയാണ്. പരിശുദ്ധ കുർബാനയുടെ ആരാധന അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അത് വളരെ മോസ്റ്റ് നോബിൾ ആൻഡ് മോസ്റ്റ് പ്രോഫിറ്റബിൾ ആണ്. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും അത് എന്തുകൊണ്ടും ലാഭകരമാണ്, നേട്ടമുള്ളതാണ്. അതുകൊണ്ടാണ് ഈ തീർത്ഥാടന കേന്ദ്രം പോലും പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. ഇവിടെ ഒന്നും കരിസ്മാറ്റിക് ശുശ്രൂഷകളോ ഒന്നുമില്ല. ദിവസേന 11 കുർബാനകളാണ്. ചൊവ്വാഴ്ചകളിലും ഞായറാഴ്ചകളിലും 12 കുർബാനകൾ. അതിപ്പോഴും ചെറിയ ചെറിയ ചാപ്പലുകളിലൊക്കെ കുർബാനയായിട്ട് അങ്ങനെ ശനിയാഴ്ചകളിൽ 12 കുർബാനയുണ്ട്. അങ്ങനെ പിന്നെ ആരാധന ചാപ്പല് തീർത്ഥാടകർക്ക് വേണ്ടി രാവിലെ 6 മണി മുതൽ 8 മണി വരെ തുറന്നു വച്ചിരിക്കുകയാണ്. ഇവിടെ നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഭിഷേകത്തിന് കാരണം. അപ്പം പരിശുദ്ധ കുർബാനയുടെ പാപ്പായെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൽ പലതവണ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് 2-ാമത്തെ വാക്യം, വിവാഹ വിരുന്ന് ഒരുക്കിയ രാജാവ്. അതായത് വിവാഹ വിരുന്ന് ഒരുക്കി വച്ചിരിക്കുക, വിവാഹ വിരുന്ന് ഒരുക്കി വച്ചിരിക്കുക. വീണ്ടും 4-ാമത്തെ വചനത്തിൽ വിരുന്ന് സജ്ജമായിരിക്കുന്നു, വിരുന്ന് സജ്ജമായിരിക്കുന്നു, റെഡിയാണ്. ഇനി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. അമ്മ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മക്കൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി നോക്കിയിരിക്കുന്നത് പോലെ അങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, വിരുന്ന് റെഡിയാണ്. ഇനി 4-ാമത്തെ വചനത്തിൽ തന്നെ കൊഴുത്ത മൃഗങ്ങളെയും എല്ലാം കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു, എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു, വിരുന്ന് സജ്ജമായിരിക്കുന്നു, എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഇനി 8-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, അനന്തരം ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, വിവാഹ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു. ഇങ്ങനെ 2-3 തവണയാണ് ഇത് പറയുന്നത്. വിവാഹ വിരുന്ന് ഒരുക്കിയ രാജാവ്, അതായത് ഒരു കാര്യം തയ്യാറാക്കി വെച്ചിരിക്കുക, വന്ന് സ്വീകരിച്ചാൽ മാത്രം മതി, വന്ന് ഉൾക്കൊണ്ടാൽ മാത്രം മതി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, വന്ന് ഉൾക്കൊണ്ടാൽ മാത്രം മതി. കർത്താവ് ഇങ്ങനെ മരിച്ച കുരിശിൽ നിൽക്കുകയാണ്, വിവാഹ വിരുന്ന് തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊന്ന് സ്വീകരിച്ചാൽ മാത്രം മതി രക്ഷപ്പെടാൻ. പിതാവ് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കാൻ, ധൂർത്തപുത്രൻ ഒന്ന് വന്നാൽ മതി, ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ നിന്ന് വന്നാൽ മതി, പിതാവ് കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും തയ്യാറാണ്. അവിടെ എല്ലാം തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മധുരപലഹാരമുണ്ടെങ്കിൽ ആ മധുരപലഹാരം നമ്മൾ പോയി എടുക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തമാകുന്നത്. നമ്മൾ എടുക്കാത്തിടത്തോളം കാലം അത് നമ്മുടേതല്ല. ഈശോ കുരിശിൽ മരിച്ചു എന്ന് കരുതി നമ്മളങ്ങ് രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഈശോ കുരിശിൽ മരിച്ചത് നമ്മൾ സ്വന്തമാക്കണം. ഈശോ കുരിശിൽ മരിച്ചത് നമ്മുടെ സ്വന്തമാക്കി മാറ്റണം. ഈശോ കുരിശിൽ മരിച്ചെന്ന് കരുതി പാപമോചനം കിട്ടണമെന്നില്ല. പാപമോചനം കിട്ടുന്നത് കുംഭസാരത്തിലൂടെയാണ്. കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെയാണ് അഭിഷേകം കിട്ടുക. അപ്പോൾ കുർബാന സ്വീകരിക്കുന്നതിനും നമുക്ക് ഇല്ലേ 3 കാര്യങ്ങളില്ലേ, വേണ്ടത്ര ഒരുക്കവും ഭക്തിയും, 1 മണിക്കൂർ ഉപവാസം, പ്രസാദപരാവസ്ഥയിലായിരിക്കണം. അപ്പം പ്രസാദപരാവസ്ഥ ഇല്ലേ, നമ്മുടെ യൂദാസ് ഇസ്കറിയോത്ത ഒരുക്കമില്ലാതെ സ്വീകരിച്ചു, അത് അവന് വിനയായി മാറി. 1 കൊരിന്തോസ് 11, 27, 28, 29, 30 വാക്യങ്ങളിൽ ഇത് തന്നെയാണ് പറയുന്നത്. അയോഗ്യതയോടൊപ്പം കഴിക്കുന്നവർ, അയോഗ്യത, അതാണ് വിവാഹ വസ്ത്രമില്ലായ്മ, അയോഗ്യതയാണ്. ജ്ഞാനസ്നാനത്തിലൂടെ നിനക്ക് തന്ന വെള്ളവസ്ത്രം അത് കളങ്കപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്.
ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ വസ്ത്രമൊക്കെ മുഷിഞ്ഞു പോയി പന്നിക്കൂട്ടി കിടന്നപ്പോൾ. ഇല്ല, വസ്ത്രമൊക്കെ മുഷിഞ്ഞു പോയി. അതുകൊണ്ട് പിതാവ് വീട്ടിൽ വന്ന പിതാവ് നല്ല വസ്ത്രം കൊടുത്തു. അപ്പോൾ വസ്ത്രം അതാണ് മരിക്കുമ്പോഴേ വെള്ളവസ്ത്രം ദേഹത്ത് വിരിച്ചിട്ട് പറയുന്നത്, മാമോദീസയിലൂടെ നിനക്ക് നൽകപ്പെട്ട വെള്ളവസ്ത്രം നീ കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചതിൻ്റെ അടയാളമായിരിക്കട്ടെ ഇപ്പോൾ നിൻ്റെ ദേഹത്ത് വിരിക്കുന്ന വെള്ളവസ്ത്രം. അപ്പോൾ വിവാഹ വസ്ത്രം, യോഗ്യത, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഈ രക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ കുമ്പസാരിക്കുമ്പോഴാണ് ഈശോയുടെ പാപമോചനവും പ്രസാദപരവും നമ്മുടെ സ്വന്തമായി മാറുന്നത്. വീട്ടിലിരുന്നാൽ പ്രസാദപരം കിട്ടില്ല. കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ കുരിശ് മരണത്തിൽ മുമ്പിലാണ് മുട്ടുകുത്തുന്നത്. ഈശോ ഇനി നമുക്ക് വേണ്ടി മരിക്കണ്ട, നമ്മൾ കാത്തിരിക്കണം. അയ്യോ എനിക്ക് വേണ്ടി ഒരാൾ മരിക്കണം, അയ്യോ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിക്കണം, ഇങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഈശോ നമുക്ക് വേണ്ടി മരിച്ചു തയ്യാറായി നിൽക്കുകയാണ്. ഇനി സ്വീകരിച്ചാൽ മാത്രം മതി, വന്ന് സ്വീകരിച്ചാൽ മാത്രം മതി. അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ലാറ്റിൻ ക്രമത്തിലെ ക്രിസ്തുവിനെ തിരുശരീരം എന്ന് പറഞ്ഞ് നൽകപ്പെടുമ്പോൾ ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. മറ്റു റീത്തുകളിൽപ്പെട്ടവർക്ക് അതറിയാമോ എന്ന് എനിക്കറിയില്ല. ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ തന്നെ ഇത് കർത്താവിൻ്റെ തിരുശരീരം തന്നെ അങ്ങനെ പറഞ്ഞ് സ്വീകരിക്കേണ്ട കാര്യം. അപ്പം നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പം ഈശോയെ ഏറ്റുപറയാനായിട്ടുള്ള സുന്ദരമായ അവസരങ്ങളാണ് പരിശുദ്ധ കുർബാന സ്വീകരണവും പരിശുദ്ധ കുമ്പസാരവും. ഈശോയുടെ മരണത്തെ ആരാധിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നത് വഴിയാണ് നമുക്ക് രക്ഷ ഉണ്ടാകുക. അതാണ് നമ്മുടെ യോഗ്യത. പരിശുദ്ധ മറിയത്തിൻ്റെ യോഗ്യതയും അത് തന്നെയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതും ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങിയതും, ഈശോയുടെ ശരീരം പരിശുദ്ധമ്മ മടിയിലേക്ക് വാങ്ങിയതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അപ്പോഴാണ് അത് യോഗ്യതയായിട്ട് വരുന്നത്. അങ്ങനെ നടപടി പുസ്തകം 13-ാം അധ്യായം, അവിടെ ബർന്നബാസും സാവൂളും അവർ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുക. പൗലോസും ബർന്നബാസും ധൈര്യപൂർവ്വം, അത് 13-ാം അധ്യായം 46-ാം വാക്യം, നടപടി 13:46. പൗലോസും ബർന്നബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവനം നിങ്ങൾ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ വിജാതിയരുടെ അടുക്കലേക്ക് പോകുന്നു. വീണ്ടും 48-ാമത്തെ വചനം, ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു. നിത്യജീവന നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. നിത്യജീവന നിയോഗം ലഭിക്കുക, ഇതൊക്കെ സ്വീകരിക്കാനും ഇതൊക്കെ മനസ്സിലാക്കാനും അതിനൊക്കെ യോഗം വേണം. ആദ്യ കുർബാന സ്വീകരണം നടത്തിയിട്ടും ഇങ്ങനെയുള്ള കൂതാശകളിലൂടെ പരിപോഷിപ്പിക്കപ്പെട്ടിട്ടും ഞായറാഴ്ച ആചരണമൊന്നുമില്ലാതെയും പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെയും പരിശുദ്ധ കുമ്പസാരം നടത്താതെ നടക്കുന്നവരെ കുറിച്ച് എന്തു പറയാനാണ്? തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന വിരുന്ന് സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരെ എന്തു പറയാനാണ്? അതിനൊന്നും യോഗം കിട്ടിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നമ്മൾ സ്വീകരിക്കണം. ഇന്ന് അയർലൻഡിൽ ഒരു മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്നിട്ടുണ്ട്. അത് അവർ ലേഡി ഓഫ് നോക്ക്. അങ്ങനെ അയർലൻഡിലൊക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റും. അത് ഇന്നത്തെ ദിവസമാണ്. 1879 അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്, ഓഗസ്റ്റ് 21-ാം തീയതി. മാതാവ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു പ്രത്യേകത, മാതാവിൻ്റെ കൂടെ യൗസപിതാവും വിശുദ്ധ യോഹന്നാൻ സുവിശേഷകനും ഉണ്ടായിരുന്നു. അതാണ് യോഹന്നാൻ. ഈ 3 പേരോടുകൂടിയാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ഒരു കുഞ്ഞാടിൻ്റെ ചിത്രം, പിന്നെ അൾത്താരയിൽ ഒരു ക്രൂശിത രൂപം, ഇതൊക്കെയോടുകൂടിയാണ് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ യോഹന്നാൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷമാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. നിത്യജീവൻ്റെ അപ്പം, ജീവൻ്റെ അപ്പം. അത് 6-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അവസാനിക്കുന്നിടത്ത് അത് പറയുന്നത്, കുറച്ച് പേർക്കത് മനസ്സിലായില്ല, പ്രബോധനം. അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60-ാം വാക്യമാണ്. ഈ വചനം കഠിനമാണ്, ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ കുറച്ച് പേര് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ അവർ തിരിച്ചു പോയി. അത് യോഹന്നാൻ 6:66 അവർ പോയി. അപ്പോൾ ഈശോ തൻ്റെ 12 ശിഷ്യന്മാരോടും ചോദിക്കും, നിങ്ങൾക്കും പോകണമോ? പോകണമെങ്കിൽ പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകണ്ട. ഇതിനൊക്കെ ഒരു വരം വേണം.
അതാണ് 65-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 6:65. ഇതിന് വരം ലഭിക്കണം. വരം ലഭിച്ചാലല്ലാതെ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പോൾ പത്രോസ് പറയും 68, യോഹന്നാൻ 6:68, ഞങ്ങൾ എവിടെ പോകാനാണ്? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ. അപ്പോൾ ഇത് ദൈവത്തിന് ഈ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. വിരുന്ന് തയ്യാറാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് വന്ന് സ്വീകരിക്കുക. നിങ്ങൾക്ക് യോഗ്യതയില്ലാതെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടുകയില്ല. അങ്ങനെ വെറുതെ ചുമ്മാ വന്നിട്ട് ചെയ്യേണ്ട കാര്യം. കാരണം കർത്താവ് മരിച്ചത് പാടുപീടകളേറ്റിട്ടാണ്, കഷ്ടപ്പെട്ടിട്ടാണ് മരിച്ചത്. കഷ്ടപ്പെട്ട് കർത്താവ് മരിച്ചിട്ട് തന്നതാണ് ജീവൻ്റെ അപ്പം. ഈ വിരുന്ന്, ഈ സൗഭാഗ്യം തന്നത് അങ്ങനെ ചുമ്മാ കുരിശിക്കയറി നിന്നല്ല, കഷ്ടപ്പെട്ട് മരിച്ചിട്ടാണ് ഈ വിരുന്ന് നമുക്ക് തന്നത്. അതിന് വില കൊടുക്കണം, അതിന് വിവാഹ വസ്ത്രം, അതിന് യോഗ്യതയോടുകൂടി തന്നെ വരണം. അയോഗ്യതയോടുകൂടി സ്വീകരിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇന്നത്തെ 1-ാം വായനയിലും ജെഫ്ത എന്ന് പറയുന്ന അയാൾ ഒരു നേർച്ച യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ആരെന്നെ സ്വീകരിക്കാൻ വരുന്നുവോ അവരെ കർത്താവിന് ബലി കൊടുക്കാമെന്ന് നേർന്നു. ആരെങ്കിലും നേരുമോ? അങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ നേരുമോ? ഒരാൾ കൊച്ചിനെന്തൊരു അസുഖം ഉണ്ടായി, ഉദരത്തിൽ വെച്ച് തന്നെ. കൊച്ചു ജനിച്ചു കഴിയുമ്പോൾ കൊച്ചിനെ ഇങ്ങനെ തോളത്ത് വെച്ചിട്ട് മുട്ടിന് നിരങ്ങാന്ന് നേർന്നു. കൊച്ചിൻ്റെ അസുഖം ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് 3 വർഷമായി, കൊച്ചിന് 3 വയസ്സായി. കൊച്ചിൻ്റെ തലയിൽ ബ്ലേഡൊന്നും മുട്ടിക്കാൻ പാടില്ല. അപ്പോൾ 2 നേർച്ചകളാണ് നേർന്നത്. കൊച്ചിനെ തോളത്ത് വെച്ചിട്ട് മുട്ടിന് നിരങ്ങാം, ഇനി കൊച്ചിൻ്റെ തലമുടി വടിക്കാം. എന്നിട്ട് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറ, അച്ഛാ എനിക്കത് പറ്റുകയില്ലച്ചാ, എനിക്ക് കൊച്ചിനെ ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുകയില്ലച്ചാ, എൻ്റെ കൊച്ചിൻ്റെ തലയിൽ ബ്ലേഡ് മുട്ടിക്കാൻ പാടില്ല, ഞാൻ എന്ത് ചെയ്യോ അച്ഛാ? എന്തിനാണ് ഇങ്ങനെയൊക്കെ നേർച്ച നേരുന്നത്? ഒരു ബോധമില്ലാത്ത നേർച്ചകളൊക്കെ നേരുന്നത് എന്തിനാ? ഒരു കണ്ടീഷനുമില്ലാതെ മരിച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ എന്തിനാണ് മക്കളെ കണ്ടീഷൻ വെക്കുന്നത്? എനിക്ക് ഇന്നത് ചെയ്തു തന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം. എന്തിനാ അങ്ങനെ പറയുന്നത്? കർത്താവ് നിങ്ങളോട് അങ്ങനെ കണ്ടീഷൻ വെച്ചോ? ഒരു കണ്ടീഷനുമില്ലാതെ മരിച്ച കർത്താവിനോട്, ഒടേ തമ്പുരാനോട്, വിവാഹ വിരുന്ന് ഒരുക്കിയ രാജാവിനോട് നീ കണ്ടീഷൻ വയ്ക്കുന്നോ? രാജാവിനോട് നീ കണ്ടീഷൻ വയ്ക്കുന്നോ? ഒടേ തമ്പുരാനോട് നീ എളിയ ദാസനായ നീ, ഒരു യോഗ്യതയില്ലാത്ത നീ കണ്ടീഷൻ വയ്ക്കുന്നോ? നീ എന്തിനാണ് അങ്ങനെ അനാവശ്യ നേർച്ചകൾ നേരുന്നത്? അപ്പോ ജെഫ്തായുടെ മകളാണ് സ്വീകരിക്കാൻ വേണ്ടി വന്നത്. അയ്യോ മകളെ, പെട്ടുപോയി മകളെ, നീ എന്തിനാണ് മകളെ ഓടി വന്നത്? മകള് പിന്നെ പറഞ്ഞു, 2 മാസം ഞാൻ കന്യാവ്രതം അനുഷ്ഠിച്ചിട്ട് വരട്ടെ, മനയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. എന്നിട്ട് മകൾ അത് കൊടുക്കേണ്ടി വന്നു. ബോധമുള്ള നേർച്ചകൾ നേർന്നുകൂടെ? ഹന്ന 1 സാമുവേൽ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഹന്ന നേർച്ച നേർന്നു, എനിക്കൊരു കൊച്ചുണ്ടായാൽ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാമെന്ന്, അങ്ങയുടെ ഇഷ്ടമുള്ള രീതിയിൽ വളർത്തിക്കൊള്ളാമെന്ന്. അതെന്തൊരു സുന്ദരമായ നേർച്ചയാ! നിങ്ങൾക്കിന്ന് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നേർന്നിട്ടുണ്ടോ? ഞാൻ സാധിക്കുന്നിടത്തോളം പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാന സ്വീകരിച്ചോളാം, ഞാൻ സാധിക്കുന്നിടത്തോളം എല്ലാ മാസവും കുമ്പസാരിച്ചോളാം. നിങ്ങൾ അങ്ങനെ നേർന്നോ? അങ്ങനെ നേർന്നിട്ടുണ്ടോ? എന്നെങ്കിലും അങ്ങനെ നേർന്നിട്ടുണ്ടോ? ഞായറാഴ്ച മാത്രം കടമുള്ള ദിവസം, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകാമെന്ന് നേർന്നിട്ടുണ്ടോ? എല്ലാ ദിവസവും ഒരാൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിൽ വന്നോളാം, ഇന്ന് അപ്പൻ പോയ, നാളെ അമ്മ പോയി, ഇന്ന് മകൻ പോയി, അങ്ങനെ ഓരോരുത്തരും പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കാമെന്ന് ഒരു വാക്ക് ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ? പരിശുദ്ധ കൂദാശകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ? ശുദ്ധ മണ്ടത്തരങ്ങൾ നേർച്ച നേർന്നിട്ടും, ലൊട്ടിലൊടുക്ക് കാര്യങ്ങൾ നേർച്ച നേർന്നിട്ടും അങ്ങനെ ദൈവത്തെ നിന്നുമായിട്ട് നീ താരതമ്യം ചെയ്യുന്നു. നീ ചോദിക്കുമ്പോഴൊക്കെ നിനക്കിഷ്ടമുള്ളതൊക്കെ തരാനുള്ളതാണോ ദൈവം? ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നിനക്ക് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ, നിനക്ക് വേണ്ടി പുത്രനെ തന്ന്, അങ്ങനെ ജീവൻ തന്ന് കർത്താവിനെ ആരാധിക്കുകയല്ലേ നീ വേണ്ടത്? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ ഇതിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പാപ്പ നൽകിയ, സഭയിൽ നൽകിയ അനുവാദങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവം ഇതെല്ലാം യോഗ്യതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ നിത്യജീവൻ്റെ മന്ന നൽകിയിടുവാൻ മേനി മുറിവേറ്റ സ്നേഹം, ഈ നിത്യജീവൻ്റെ മന്ന നൽകിയിടുവാൻ
മേനി മുറിവേറ്റ സ്നേഹം, നിത്യമാം രക്ഷ നൽകാൻ നമ്മോട് കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം, നിത്യമാം രക്ഷ നൽകാൻ നമ്മോട് കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം. ആ സ്നേഹമാണി വിരുന്ന്, സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം, ഹൃദയത്തിൽ അലയുമേ ദിവ്യഭോജ്യം. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം, ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം. പരിശുദ്ധ കുർബാനയുടെ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ ആദ്യമായി ആ മുറിക്കപ്പെട്ട അപ്പം മടിയിലേക്ക് സ്വീകരിച്ച പരിശുദ്ധ അമ്മ, പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ, അങ്ങനെ തുടരാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇസ്രയേലിൻ നായക, നിന്റെ നല്ല ദൈവമേ, കാഴ്ചയാൽ ഞാനീകുന്നു ഇന്ത്യയും എൻ സർവമും നിന്നെ മുൻപിലായുധ സ്വീകരിക്കണമേ പ്രഭു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കാരുണ്യപൂർവ്വം അങ്ങ് സ്വീകരിച്ച ഞങ്ങളുടെ ബലിവസ്തുക്കൾ വഴി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ പിയൂസ് പാപ്പായുടെ ഉദ്ബോധനങ്ങൾ പിന്തുടരുന്ന ഞങ്ങൾ ആത്മാർത്ഥമായ വിധേയത്വത്തോടെ ഈ ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുകയും വിശ്വസ്ത മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലക്ഷ്യങ്ങൾ ഉയർത്തിരിക്കണോ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ പത്താം പിയൂസ് പാപ്പായുടെ തിരുനാളാഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങ് സഭയ്ക്കങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യ ജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന്
അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങ് മഹിമകളാം നിറഞ്ഞു മറിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ
എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരമെങ്കിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന്
അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണി എങ്ങളിൽ കനിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണി എങ്ങളിൽ കനിനമയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണി നിങ്ങൾ സമാധാനമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിശുദ്ധ പിയൂസ് പാപ്പായുടെ സ്മരണയാഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ഭോജനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിലനിൽക്കുകയും അങ്ങേ സ്നേഹത്തിൽ ഉള്ളവരാകുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൽ
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.